ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ വീട് കത്തിപ്പോയ കാര്യം ആലോചിച്ചിട്ട് മാഷു വല്ലാതെ വിഷമിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം വിക്രമാണെന്നുണ്ടെങ്കിലും തൻ്റെ ആ ഒരു റൂം നോക്കിയിട്ട് നിന്നിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. ശ്രീജയുടെ മുറിയിൽ വന്നിട്ടാണ് കേട്ടോ വേദമൊക്കെ എടുക്കുന്നത്. അന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ വാസവൻ വീട് കത്തി നിൽക്കുന്നത് കാണാനായിട്ട് വരികയാണ്. അപ്പോൾ വിക്രം ചെന്നിട്ട് അയാളെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നുണ്ട്. വേദ വന്നിട്ട് പറയുന്നുണ്ട് ഒന്നും ചെയ്യരുതെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ മാഷാണെന്നുണ്ടെങ്കിലും വിക്രത്തിനെ തടയാണ് കേട്ടോ, അയാളൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും വാസവൻ വന്നിട്ട് വീണ്ടും ഭീഷണിപ്പെടുത്തി പോവുകയാണ്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ പറയാണ് കേട്ടോ. അതുപോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ വിക്രം പോയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ വീടൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് ആശാരിമാരൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും മാഷ് അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. മാഷ് പറയുന്നുണ്ട് ഇനി ആ വീട് പുതുക്കി പണിയേണ്ട കാര്യമില്ല, ആ വീട് അങ്ങനെ തന്നെ നിന്നോട്ടെ, നീയായിട്ട് ഈ വീടിന് വേണ്ടി ചെയ്തു തന്ന ഒരു വലിയ കാര്യമാണത്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ, അതൊരു ഓർമ്മയായിട്ട് അവിടെ നിൽക്കണം, ആ വീട് പുതുക്കി പണിയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ മാഷ് പറയാം കേട്ടോ. അപ്പോൾ വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ മാഷ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിലെന്തോ കാര്യമുണ്ട്, വിക്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് തനിക്ക് അറിയണം എന്നുള്ളൊരു നിർബന്ധം വേദന മനസ്സിൽ വരികയാണ് കേട്ടോ. വിക്രം എങ്ങനെയാണ് ഇതിൽ ഇങ്ങനെ ഈ ഒരു സ്വഭാവത്തിലേക്ക് വന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ഇനി തനിക്ക് വിക്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സത്യം വേദ മനസ്സിലാക്കാണ്. അങ്ങനെ വേദ ശ്രീജയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശ്രീജനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീജ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അച്ഛനും മോനും കൂട്ടുകാരെ പോലെ ജീവിച്ചതും കോളേജിലും സ്കൂളിലും ഒക്കെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായിരുന്ന വിക്രമും, അതുപോലെ തന്നെ അതിന് ശേഷം കോളേജിൽ വെച്ച് ആരോ ഒരാൾ ചതിച്ച് വിക്രമിൻ്റെ കയ്യിലേക്ക് മയക്കുമരുന്ന് എത്തപ്പെടുകയും അച്ഛൻ്റെ മുന്നിൽ കൂടെ തന്നെ അച്ഛൻ്റെ അന്ന് എന്തോ ഒരു പരിപാടി നടക്കണം, അതായത് റിട്ടയർമെൻറ്റോ അങ്ങനെ എന്തോ സംഭവം നടക്കുന്ന ആ സമയത്താണ് വിക്രമിനെ പോലീസുകാർ കൊണ്ടുപോകുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ പ്രമോല് കാണിച്ചിട്ടുള്ളതൊക്കെ ശ്രീജ കഥ പറയാൻ കേട്ടോ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ സമയത്താണ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ മാഷ് എല്ലാവരും മുന്നിൽ നാണം കെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രമോ കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.